കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ വിക്കി. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഓ ചുമ്മാ കളിതമാശ പറയാതെ. നന്നായിരുന്നു. കൊള്ളായിരുന്നു സിസ്റ്റർ. നന്നായിരുന്നു വിക്കി. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ ചക്കി. ചക്കിയല്ലേ ഓ വിക്കി 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 വിക്കി. തള്ളല്ലേ? വഴിയൊക്കെ വളരെ കൃത്യമായിരുന്നു കേട്ടോ. ഞാൻ എങ്ങും തെറ്റാതെ നേരെ YMC അയച്ചു. പക്ഷേ അവിടെ റൂമില്ലായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു. വരട്ടെ. ഇവൻ ഇവിടെയും വന്നോ? ഈ അറിയോ? ആളൊരു തട്ടിപ്പ് പാർട്ടിയാ. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ഒരു പ്രോഗ്രാമിന് അവൻ അലമ്പുണ്ടാക്കി. ഒരു അടിയും വെച്ചു കൊടുത്തു. അത് ശരി. ആർക്ക്? ആർക്ക്? എനിക്ക് തന്നെ. എന്നാ ഗ്രീൻ റൂമിലോട്ട് ചെല്ലട്ടെ. സൗകര്യമായിട്ടേക്ക് വീട്ടിലോട്ട് വരാം. പോരണം. വരാമെന്നേ. പോകാം. അല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ. നമ്മളാണോ അന്തോണി നായർ എന്ന് പറയുന്ന ബ്രോക്കർ? വീടിന്റെ നമ്മുടെ മകളാണോ ഓമന ബീവി എന്ന് പറയുന്ന ബീവി? ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്. അതെ, അതെങ്ങനെ മനസ്സിലായി? എന്നോടൊപ്പം സ്റ്റേജിൽ ആടിയപ്പോഴേ എനിക്ക് മനസ്സിലായി. നല്ല മെയ് വഴക്കം. അത് അവളുടെ അമ്മയുടെ പ്രകൃത. അപ്പൊ സാറാണോ ഈ ലക്കി ക്ലബിന്റെ ഓണർ വിക്കി എന്ന ഡിസ്കോ മന്നൻ? അതെ, ഞാൻ ഡിസ്കോയിൽ മാത്രമല്ല കരാട്ടയിലും നീന്തലിലും വിദഗ്ധൻ തന്നെ. ആരാ വന്നിരിക്കുന്നത് നോക്ക്. മോൾ എപ്പോഴും പറയും സാറിന്റെ കൈകൊണ്ട് വേണം അവൾക്ക് ഉയരാൻ. സാറേ, സാറിന്റെ ട്രൂപ്പിൽ അവൾക്കൊരു ചാൻസ് കൊടുക്കാൻ ദയവുണ്ടാവണം സാറേ. ലെറ്റ് മീ ട്രൈ. എനിക്കറിയാമായിരുന്നു എപ്പോഴെങ്കിലും എന്നെ തിരക്കി എനിക്ക് റിഹേഴ്സലിനും മറ്റുമായി ഒരു കെട്ടിടം വേണം. ചേട്ടന്റെ കസ്റ്റഡിയിൽ എങ്ങാനും വല്ല കെട്ടിടം ഉണ്ടോ? കെട്ടിടം വേണം, താമസിക്കാൻ വീട് വേണം. അതെ, ഈ ടൗണിനും കുറച്ച് അകന്നിരിക്കുന്നതിനെ കൊണ്ട് വല്ല വിരോധമുണ്ടോ? അകന്ന് വേണം നിൽക്കാം. ഇവിടെ ഇങ്ങോട്ട് അകന്ന് വാ സാറേ, ഇങ്ങോട്ട് വാ. പക്ഷേ കണ്ടാലൊരു കാട്ടുപ്രദേശം മാതിരി തോന്നും. പക്ഷേ ശല്യങ്ങളൊന്നുമില്ല. കാട്ടുപ്രദേശം, നല്ല അന്തരീക്ഷം. അതൊരു സായിപ്പിന്റെ ബംഗ്ലാവായിരുന്നു. അത് വാങ്ങിച്ച മുതലാളി എന്നെ ഏൽപ്പിച്ചിരിക്കുക. ആവശ്യക്കാർ വല്ലതും വന്നാൽ കൊടുക്കാൻ. അപ്പൊ വലിയ വാടക ആയിരിക്കുമല്ലോ. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം കണ്ണാക്കട്ടാ. പിന്നെ വേറൊരു കാര്യം, അവിടെ 4 വർഷമായിട്ട് ആൾ താമസമില്ല. അതെന്തെങ്കിലും ആട്ടെ, എനിക്ക് ചുരുങ്ങിയ വാടകയ്ക്ക് സൗകര്യത്തിനൊരു വീട് വേണം. അത് ഞാൻ ഏറ്റ്. അപ്പൊ എന്റെ മോളുടെ കാര്യം കണ്ടോ സാർ ഇപ്പൊ തന്നെ പറഞ്ഞു. കണ്ടോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവളെ ഉയർത്തുന്ന കാര്യം. ആ കാര്യം ഞാൻ ഏറ്റു. എന്നാ ഇത് ഞാൻ അയച്ചു. ഞാൻ മുതലാളുടെ അടുത്ത് പോയി താക്കോല് വാങ്ങിച്ച് സാറ് താമസിക്കുന്ന ലോഡ്ജ് കൊണ്ടുവന്ന് തരാം. ഞാൻ ഇറങ്ങട്ടെ. മോളെ കൂപ്പ് കൈ, കൂപ്പ് കൈ. അഡ്വാൻസിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. തരുമോ? അവനെ കണ്ടിട്ടൊരു കള്ളന്റെ ലക്ഷണം. ഈ വക്കീലന്മാർക്ക് കാശ് കൊടുത്ത് ഞാൻ മടുത്തു. ഞാൻ ബാങ്ക് ഇട്ട് വന്നേക്കാം. സാറ് ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കാതെ. ഞാൻ സാറിനൊന്നും തന്നില്ലെന്ന് വേണ്ട, ഒരു 50,250 രൂപ തന്നേക്കാം. സാർ ആ ബില്ലൊന്ന് പാസ്സാക്കിയാൽ മതി. 50,250 രൂപ എന്നാലും ശരി. സർക്കാരിനെ വഞ്ചിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ കൂട്ടു നിൽക്കില്ല. മാത്രമല്ല, നിങ്ങളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയ സമാധാനം പറയിപ്പിക്കുകയും ചെയ്യും. ഓ, അങ്ങനെയാണോ? ശരി, നമുക്ക് പിന്നീട് കാണാം. ഇനി എന്ത് വേണമെന്ന് പറയൂ. ഇതിനകത്ത് 3 ലക്ഷം രൂപയുടെ കള്ളനോട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും ആരും അറിയാതെ ഈ പെട്ടി വേണുവിന്റെ ഷെൽഫിൽ കൊണ്ടുവച്ചാൽ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത്രയല്ലേ ഉള്ളൂ? ശരി, ഓക്കെ. താങ്ക് യു.
എഞ്ചിനീയർ വേണുവിന്റെ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ പെട്ടിയിൽ കള്ളനോട്ടാണ്. തരൂ. നിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നടാ, പുറകെ ഞാനുണ്ട്. ഒന്ന് നിർത്താവേ. പോയമാര് വന്നില്ലേ? വന്നില്ല. ഇതാ വരുന്നുണ്ട്. എവിടായിരുന്നു ഇത്ര നേരം? ഒന്ന് ഒത്തു കിട്ടണ്ടേ സാറേ? കൊണ്ടുവാടോ. ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ. ഓ, 2 നോട്ടയുണ്ട്. തന്റെ കേട്. പുതിയ ആളാണല്ലേ? അതെ. ഭാവിയുണ്ട്. എത്ര വരെ പഠിച്ചു? വരെ പഠിച്ചതാ സാറേ, എന്നിട്ടും കിട്ടിയ ജോലി നോക്കണേ. എടോ, ഞാൻ MA തെളിച്ചവനാ. എന്നിട്ട് എന്റെ കളികൾ കണ്ടില്ലേ? ചെല്ലേ അടുത്ത് പോയി കഞ്ഞിമാരും കഴിക്കും. ചെല്ലടോ. അല്ല, അപ്പഴേ അടുത്ത ഞായറാഴ്ച അർത്തിങ്കപ്പള്ളി പെരുന്നാളാ. നല്ല കൊയ്ത്താ, ഓർത്തോണം. ഓർമ്മയുണ്ട് സാർ. അത് ഓർത്താ മതി. ആ, ചെല്ലേ. തന്റെ പരിപാടി നടക്കട്ടോ. തുടക്കി മോലെ, തുടക്കി മേലെ കണ്ണാടി പോലെ എങ്ങനെ തിളങ്ങണം കേട്ടോ. വെള്ളം വെളിയെടുക്ക് വെള്ളം. സാറ് വരുന്നുണ്ട്. തുടക്കി മോളെ, തുടക്കി. ഇത് പഴയ ബംഗ്ലാവുമാതിരി തന്നെ ഇരിക്കണം. നിന്റെ തുട കൊണ്ട് മാത്രം ഇത് ബംഗ്ലാവുള്ളൂ. തുട വിടല്ലേ. പോട്ടെ പിടിക്കണ്ടേ നീ സാറിനെ? നീ അപ്പ സാറിന് പിടിക്കണ്ടേ? ഒന്നും ഞാൻ കരുത് കേട്ടോ. സാറേ നല്ല നോക്കിക്കോ. നോക്കിക്കോ സാറേ. വീടെങ്ങനെയുണ്ട്? പഴയ സായിപ്പിന്റെ സാധന. ഉഗ്രൻ. സാറിന് വീട് ഇഷ്ടപ്പെട്ടോ? പറ്റിയ സ്ഥലവാ. പക്ഷെ ഇച്ചിരി വലുതായിപ്പോയി. വലുതായി പോയല്ലേ? ഈ വലുതായത് ചെറുതാക്കാൻ പറ്റൂല. ചെറുതായത് വലുതാക്കാം. വലുതായത് വാടക കുറച്ചല്ലേ ഉള്ളൂ. അതെ, വാടക കൂടുതലാ. എടി, നീ എന്ത് കൊണ്ടാടി നോക്കി വെക്കുന്നത്? ഇത് എന്ത് കൊണ്ടാടി നോക്കിക്കുന്നത്? ഞാൻ നോക്കാം. സാറേ, സാറിന്റെ ഊത്ത് വേണ്ട കേട്ടാ. നിർത്ത്. അതൊക്കെ ഊത്, കണ്ണങ്ങകത്ത് പോകും. എന്തോന്ന് സാറേ, എന്റെ പോക്ക് ഡാൻസ് എന്ന് പറഞ്ഞ അവള് ജീവൻ കളയൂ. ആ കാര്യം എന്റെ പൊന്നു സാറ് മറക്കരുത് സാറേ. അതിങ്ങനെ ഇടം കോലായിട്ട് ഞാൻ എവിടെ എങ്ങനെ ട്രൂപ്പിൽ ചേർക്കും? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ അകത്ത് പോയി വേറെ വല്ല പണി നോക്കണം. സാറ് വാ. സാറേ, അപ്പുറം ജനവാളില്ലേ, ആ ഭാഗത്ത് ഒരു കൊളുത്തില്ല. കൊളുത്ത് ഇടണം. ഓമനെ ചേട്ടാ, ചേട്ടാ, എന്നെ എത്രയും വേഗം ഒന്ന് ട്രൂപ്പിൽ ചേർക്ക് ചേട്ടാ. നിന്നെ ഞാൻ ട്രൂപ്പിൽ ചേർക്കാനല്ല ഉദ്ദേശിക്കുന്നത്, എന്റെ ഹാർട്ടിൽ ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിന്റെ തന്തപ്പടി ആ പന്ന തന്ത ഞാൻ തന്നെ കഴിവറ് ഞാൻ തന്നെ കേട്ടാ. പക്ഷെ ഇപ്പൊ തൊട്ടുകളി വേണ്ട. അതല്ല, ട്രൂപ്പ് ചേർന്നതിന് ശേഷം ചേട്ടാ ഈ മേളിലത്തെ മുറിയൊക്കെ താമസിക്കാൻ കൊള്ളാവോ? കൊള്ളാം. പക്ഷേ തൂത്ത് വാരാൻ ഒരാഴ്ച കൊടുക്കും. അത് ശരി. എന്നാ ഞാൻ ആ മുറിയൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നപ്പോ അതന്നെ നല്ലത്. അച്ഛാ, 5 വർഷമായിട്ട് കിട്ടിയ പാർട്ടിയാ, അത് കളയല്ലേ അച്ഛാ. മോളെ, എടുത്തു ചാട്ടം പറ്റില്ല മോളെ. മോളെ ഇങ്ങോട്ട് നോക്ക്. മെല്ലെ 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 മെല്ലെ. ഇളവൻ പറഞ്ഞ നേരാ. ഒരാഴ്ചയെങ്കിലും വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. എന്തൊരു പൊടി. ഞാനാ തായ്പന് 5 പൈസ ഇട്ടിട്ടില്ല. നരയത്തിൽ പോലും കാണുകയില്ല ഇത്രയും പൊടി. വൃത്തിയായിട്ട്. കേബിളില്ല, ബൾബില്ലേ, കാട്ടുപോക്ക്. അന്തോണി നായർ. അയ്യോ,
അൽമാര. അയ്യോ. മോളെ എന്തൊരു അപശബ്ദം കേട്ടല്ലോ. സാറേ 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 വിളി സാറേ. സാറേ സ്വന്തം തന്തന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ വൃത്തിയാണ് കാണിക്കുന്നത് സാറേ കേട്ടോ. എന്റെ ഈശ്വര എന്തൊരു കഷ്ടം. സാറേ സാറേ എടാ സാറേ സാറേ മോളെ നീയൊന്ന് വിട് പോലെ. ഞാൻ എന്താ ചെയ്യണ്ടേ അച്ഛാ? വിടണ്ടേ? സാറേ സാറേ ഇത് സ്വഭാവം സാറേ. മോളെ അയ്യോ ചതിച്ചല്ലേ മോളെ. ഇതിന് ബോധമില്ല. എന്താ സംഭവിച്ചതെന്ന് വിശദമായിട്ട് പറ. സാർ, വിക്കറ്റേടിന് പുതിയ വീട് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയതാ. ഞങ്ങൾ താഴെ നിൽക്കായിരുന്നു. ചേട്ടൻ മൂളി കയറിപ്പോയി. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും അച്ഛനും കൂടി. എന്നിട്ട് അച്ഛനവിടെ പോയി ഓമനെ. ചേട്ടന് ബോധക്കേടുണ്ടായപ്പോ ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു. അപ്പോ വഴിക്ക് വെച്ച് ഒരു സാർ കാറുമായി വന്നു. എന്നിട്ട് വിക്കിച്ചേട്ടൻ സാറിന്റെ വലിയ കൂട്ടുകാരനാണെന്നും സാറിന്റെ കൂടി അഭിപ്രായം പറഞ്ഞിട്ട് ആശുപത്രിയിൽ മറ്റോ കൊണ്ടുപോകാന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കി. അച്ഛനിപ്പോ ഹോമിയോ ഡോക്ടറെ അടുത്ത് കാണും. അത് നന്നായി. ഓമനെ, ആ കാറുകാരൻ പോയില്ലെങ്കിൽ ഒന്നെങ്കിൽ വരാൻ പറ. നമുക്ക് കൈയോടെ ഇവനെ ആശുപത്രി കൊണ്ടുപോയേക്കാം. ശരി സാർ. ആ ഗായത്രി, കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ചിലപ്പോ കണ്ണു തുറന്നേ. അമ്മാവാ, കുറച്ച് വെള്ളം എടുത്തേ. വിക്കി, വിക്കി, വിക്കി. ചേച്ചി, ദേ ആരോ വന്നിരിക്കുന്നു. കാറ് റെഡിയാണ്. വേണമെങ്കിൽ ആശുപത്രി പോ. നിങ്ങളാണോ അവനോട് എത്തിച്ചത്? അതെ, നിങ്ങൾ വലിയ സുഹൃത്തുക്കളാണല്ലോ. ചേട്ടാ, അയാളുടെ ഒരു സഹായം വേണ്ടെന്ന് പറ. നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. നിങ്ങളു. അല്ല, ആ വിക്കിയോ ചക്കിയോ ആ ബോധക്കേടിനെ കൊണ്ട് ആശുപത്രി പോണെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാത്രമല്ല, നിങ്ങൾ ഈ പരിസരത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കിടക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഒക്കുമോ? ഞാനും ഈ പട്ടണത്തിൽ ജീവിക്കുന്നവനാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിൽ ജീവിച്ചോ. ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നാൽ അനുഭവം വേറെ ആയിരിക്കും. ഞാനും ചില പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി ചുറ്റി നടക്കുന്നവനാന്നേ. അനിയത്തിയായിരിക്കും. ആണെങ്കിൽ എന്ത് വേണം? ഒന്നും വേണ്ട, നല്ലൊരു കുട്ടി. അതുകൊണ്ട് ഒരു ലോക്യം ചോദിക്കാമെന്ന് വെച്ചു. ഓ, ഒരു ലോഹ്യം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഒന്ന് പോണം മിസ്റ്റർ. എന്റെ സഹായം ഒന്നും വേണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. ചേടാ, ഒരു പരോപകാരം ചെയ്യാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ലല്ലോ. എന്ത് ചെയ്യുന്നു പറ. അവനെ വട്ടാണ്. നീ വാ. ചേച്ചി, എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. കോളേജിൽ പോകണം. എന്നാ നീ വല്ലതും കഴിച്ചിട്ട് പോ.